ഇന്നത്തെ റേഡിയോ സംപ്രേഷണം റേഡിയോ ബാസ്റ്റിൻ ആരംഭിക്കുന്നു. ഇന്നാദ്യം സംഗീതധാര. സംഗീതധാരയിൽ ഒരു ഗാനം കേൾക്കാം. പാടുന്നത് 5Cയിൽ നിന്നും പവിത്ര യാഷിൻ. എന്നിലെ പുഞ്ചിരി നീയും നിന്നിൽ പൂത്തൊരു ഞാനും നമ്മുടെ കുഞ്ഞിളം കൂടും കൂടെ വന്നു കിനാവും പുന്തിരി ചന്തമിരും ഈറൻരാവുകളും മുന്തിരി ചുണ്ടുകളും തീഞ്ഞാവുമ്മകളും മായമായി കൊന്തകിലുങ്ങും എന്നിലെ കുഞ്ഞു കഴുത്തിൽ പിറകിൽ നീ ഒന്നു തൊടുമ്പോൾ ഞാൻ വെറുതെ പൂത്തുപോയി നാണമായി വീഴാതെ വരാം ഞാൻ നിലാത്തലോടലായി കിടാഴ്വിൻ വാഴ്വിൻ ദീപമാണു നീ ഇടം വലം നടന്നിടാം ദൂ 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 ദൂ. ഇനി ഒരു കഥ കേൾക്കാം. മാധവിക്കുട്ടിയുടെ കോലാട്. കഥ പറയുന്നത് ദീപ ടീച്ചർ. മാധവിക്കുട്ടി എഴുതിയ കഥ കോലാട്. അവളുടെ 43-ാമത്തെ വയസ്സിൽ തമാശക്കാരനായ മൂത്ത മകൻ പറഞ്ഞു, അമ്മേ, നിങ്ങളെ കണ്ടാൽ ഒരു കോലാടിനെയാണ് ഓർമ്മ വരിക. അവൾ അവൻ്റെ ചിരിയിൽ പങ്കുകൊണ്ടു. പക്ഷേ അന്ന് അവരെല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തു പോയപ്പോൾ അവൾ കണ്ണാടിയെടുത്ത് വിഷണ്ണതയോടെ തൻ്റെ മുഖം പരിശോധിച്ചു. തൻ്റെ ഒട്ടിയ കവിളുകളെ വീണ്ടും പുഷ്ടിപ്പെടുത്തുവാൻ വല്ല മാർഗവും ഉണ്ടായിരുന്നുവെങ്കിൽ തൻ്റെ ജീവിതവും അതോടൊപ്പം പുഷ്ടിപ്പെടുമെന്ന് അവൾക്ക് തോന്നി. യൗവനവും ദേഹപുഷ്ടിയും ഉണ്ടായിരുന്ന സമയത്ത് ഓരോന്നോർത്ത് കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുവാൻ അവൾക്ക് മനസ്സ് വന്നില്ല. അടുക്കളയിൽ പാല് തിളയ്ക്കാൻ തുടങ്ങുകയായിരുന്നു. രാവിലെ മുതൽ അർദ്ധരാത്രി വരെ അവിശ്രമം ജോലിയെടുത്ത് അവൾ തൻ്റെ കുടുംബത്തെ വളർത്തിക്കൊണ്ടുവന്നു. മെലിഞ്ഞ് വെളുത്ത് അവിടെവിടെയായി ചില ഒടിവുകൾ പറ്റിയെന്ന് തോന്നിക്കുന്ന ഒരു ശരീരമായിരുന്നു അവളുടേത്. പക്ഷേ അവൾ ഒരിക്കലെങ്കിലും ക്ഷീണിച്ചു വീഴുകയോ ആവലാതിപ്പെടുകയോ ഉണ്ടായില്ല. അതുകൊണ്ട് അവൾ വെള്ളം നിറച്ച പാട്ടകൾ എടുത്തു പൊക്കി കുളിമുറിയിൽ നിന്ന് അടുക്കളയിലേക്കും അടുക്കളയിൽ നിന്ന് കുളിമുറിയിലേക്കും മറ്റും നടക്കുമ്പോൾ അവളുടെ ഭർത്താവും മുതിർന്ന മക്കളും അവളെ സഹായിക്കുവാൻ മുതിർന്നില്ല. അവൾ പഠിപ്പും പരിഷ്കാരവുമില്ലാത്തവളായിരുന്നു. വീട് അടിച്ചു തുടച്ച് വൃത്തിയാക്കുവാനും ഭക്ഷണം പാകം ചെയ്യുവാനും തുണികൾ അലക്കി ഇസ്തിരിയിടുവാനും അവൾക്കുള്ള പാടവത്തെപ്പറ്റി അവർ വെളിപ്പെടുത്തി. അവൾ പുഞ്ചിരി തൂകി. ഇളയ മകൻ സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ ഒരിക്കൽ ഒരു നെല്ലിക്ക അവൾക്കായി കൊണ്ടുവന്നു. അന്ന് അടുക്കളയുടെ ഇരുട്ടിൽ നിന്നുകൊണ്ട് അവൾ സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. അവളൊരു പേക്കോലമായി. സ്കൂളിൽ ഡ്രാമയ്ക്ക് താനും കൂടെ വരുമെന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അമ്മ വരണ്ട, എനിക്ക് കുറവാണ്. അതിനെന്താ, ഞാൻ സിൽക്കിൻ്റെ സാരി ഉടുക്കാലോ, എൻ്റെ കല്യാണ സാരി, അവൾ പറഞ്ഞു. എന്നാലും വരണ്ട. മെലിഞ്ഞ കാലുകൾ 2 മുറികളുള്ള ആ കൊച്ചു വീട്ടിൽ വിശ്രമമില്ലാതെ ചലിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ആ യന്ത്രവും കേടുവന്നു. അവൾക്ക് പനി തുടങ്ങി. വയറ്റിൽ വേദനയും. ഇഞ്ചിനീരും കുരുമുളക് രസവും ഒന്നും അവളെ സഹായിച്ചില്ല.
10-ാം ദിവസം ഡോക്ടർ അവളുടെ ഭർത്താവിനോട് പറഞ്ഞു, ഇവരെ ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. ഇത് മഞ്ഞക്കാമലയുടെ ഒരു സീരിയസ് കേസാണ്. പാഠപുസ്തകങ്ങൾക്ക് മുൻപിൽ ഇരുന്ന കുട്ടികൾ അത് കേട്ടു നടുങ്ങി. ഒരു പരിചാരകൻ അവളെ ചക്രക്കട്ടിലിൽ കിടത്തി ഉന്തിക്കൊണ്ട് ആശുപത്രി മുറിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ കണ്ണുകൾ മിഴിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, അയ്യോ, പരിപ്പ് കരിയുന്നുണ്ടെന്ന് തോന്നുന്നു. അവളുടെ ഭർത്താവിൻ്റെ കണ്ണുകൾ നനഞ്ഞു. സാഹിത്യ സുരഭിയിൽ ഇനി 8Aയിലെ വിഹാസ് ആന്റണിയുടെ ഒരു കവിത കേൾക്കാം. വലുതാകുമ്പോൾ ആര് ഞാനാകണമെന്ന് ചോദിക്കുന്ന കുട്ടിയോട് അച്ഛൻ പറയുന്ന മറുപടിയാണ് ഡോക്ടർ സജി കെ പെരുമ്പർ എഴുതിയ ആര് ഞാനാകണമെന്ന കവിത. ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കിൽ ആരാകിലും നല്ലതെന്നുത്തരം. ഉച്ചയ്ക്കു തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ടു തലോടും തണുപ്പാവുക. ഇറ്റുവെള്ളത്തിനായി കീഴുന്ന ജീവന്റെ നാക്കിലേക്ക് ചുന്ന നീരാവുക. ആപത്തിലൊറ്റയ്ക്കു നിൽക്കുന്നൊരുത്തൻ്റെ കൂടെ കരുത്തിൻ്റെ കൂട്ടാവുക. വറ്റി വരണ്ടവായി കേറിയ മണ്ണിൻ്റെ ഉള്ളം നിറയ്ക്കുന്ന മഴയാവുക. വെയിലേറ്റുവാടി തളർന്നൊരു പാന്തന് പായ് വിരിക്കും തണൽ മരമാവുക. മഴയത്ത് പുസ്തകം നനയാതെ കാക്കുവാൻ വലയുന്ന കുഞ്ഞിനു കൊടയാവുക. വഴിതെറ്റിയുൾക്കടൽ ഇരുളിൽ കിതയ്ക്കുന്ന തോണിക്കു ദിശതൻ വിളക്കാവുക. ഉറ്റവേറെ ആൾക്കൂട്ടമൊന്നിലായി തിരയുന്ന കരയും കുരുന്നിനു തായാവുക. ആഴക്കയത്തിലെ കാഴ്ന്നു താഴും ജീവൻ ഒന്നിനുയർപ്പിൻ്റെ വരമാവുക. വയറെരിഞ്ഞാകെ വലഞ്ഞോനൊരുത്തൻ്റെ പശിമാറ്റമൊരിയറി ചോറാവുക. അന്തിക്കു കൂടണഞ്ഞിടുവാൻ മണ്ടുന്ന പെണ്ണിൻ്റെ കൂടെ പിറപ്പാവുക. അന്തിക്കു കൂടണഞ്ഞിടുവാൻ മണ്ടുന്ന പെണ്ണിൻ്റെ കൂടെ പിറപ്പാവുക. ആകെ തണുത്തു വിറയ്ക്കുന്ന വൃദ്ധന് ചൂടിൻ്റെ രോമ പുതപ്പാവുക. അറിവിൻ്റെ പാഠങ്ങൾ ഒക്കെയുമരുളുന്ന ഗുരുസമക്ഷം കൂപ്പുകൈയാവുക. അറിവിൻ്റെ പാഠങ്ങൾ ഒക്കെയുമരുളുന്ന ഗുരുസമക്ഷം കൂപ്പുകൈയാവുക. നിലതെറ്റി വീഴുന്ന കൂടപ്പിറപ്പിനെ താങ്ങുന്നൊരലിവിൻ്റെ നിഴലാവുക. അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ഉണ്ണി നീ വളരാതെ ഒരു നല്ല മകനാവുക. അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ഉണ്ണി നീ വളരാതെ ഒരു നല്ല മകനാവുക. സംഗീതധാരയിൽ വീണ്ടും ഒരു ഗാനം. 7Bയിലെ ഗോഡ്വിൻ വി ഷൈജൻ നിങ്ങൾക്കായി ഒരു ഗാനം ആലപിക്കുന്നു.
ലാ 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 ലാ. ഓഹോ ലാ ലാ ലാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. കൊമ്പെട് കുറുംകുഴൽ കൊട്, തപ്പെട് തകിൽപ്പുറം കൊട്. നഗരതീരങ്ങളിൽ ലഹരിയിൽ കുതിരവേ, ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ആകാശ കൂടാര കീഴിൽ നിലാവിന്റെ പാൽക്കിണ്ണം നീട്ടുന്നതാര്? തീരാ തിരക്കൈയിൽ കാണാത്ത സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര്? ആകാശ കൂടാര കീഴിൽ നിലാവിന്റെ പാൽക്കിണ്ണം നീട്ടുന്നതാര്? തീരാ തിരക്കൈയിൽ കാണാത്ത സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര്? കാതോരം പാടാൻ വാ, പാൽപ്പൂരം കാണാൻ വാ. കാതോരം കാണാൻ വാ, പാൽപ്പൂരം കാണാൻ വാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. നക്ഷത്ര പൊന്നാണ്യ ചെപ്പിൽ കിനാവിന്റെ ഈറ്റം നിറക്കുന്നതാര്? കാണാപ്പുറം കാട്ടുന്ന കാറ്റിന്റെ കണ്ണീരിൽ മുട്ടുന്നതാര്? നക്ഷത്ര പൊന്നാണ്യ ചെപ്പിൽ കിനാവിന്റെ ഈറ്റം നിറക്കുന്നതാര്? കാണാപ്പുറം കടന്നെത്തുന്ന കാറ്റിന്റെ കണ്ണീരിൽ മുട്ടുന്നതാര്? കാതോരം പാടാൻ വാ, പാൽപ്പൂരം കാണാൻ വാ. കാതോരം കാണാൻ വാ, പൂരം കാണാൻ വാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. കുറുംകുഴൽ കൊട്, തപ്പെട് തകിൽപ്പുറം കൊട്. നഗരതീരങ്ങളിൽ കയറിയ കുതിരവേ, ലാലാ ലാ 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 ലാ. ഓഹോ ലാ ലാ ലാ. ശാന്തമീ രാത്രിയിൽ വാദ്യ
ഓഹോ കൊണ്ടുവാ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ 10Dയിലെ ഋഷികേശ് എന്നാർ. ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള സന്ദേശം നിങ്ങൾക്കായി നൽകുന്നു. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ പുതുവായിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. കേരള സർക്കാർ 1996 മുതലാണ് അദ്ദേഹത്തിൻ്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ആ മനുഷ്യൻ ഗ്രന്ഥശാലയില്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം അഹോരാത്രം പ്രയത്നിക്കുകയും ചെയ്തു. വായനയുടെ പ്രാധാന്യം നമ്മൾ കുഞ്ഞുനാളിലെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് വായനയുടെ മാഹാത്മ്യം അറിയില്ല. എല്ലാവരും വായനയിലേക്ക് തിരിയുക. നന്ദി. ആകാശവാണി സ്കൂൾ വാർത്തകൾ വായിക്കുന്നത് ഫിലോമിന ടീച്ചർ. ഇത് പെരുമഴക്കാലം. പ്രകൃതിയെയും മനുഷ്യനെയും കുളിരണിയിക്കുന്ന ഈ മഴക്കാലം ആസ്വാദ്യകരമെങ്കിലും നാം ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ധാരാളം രോഗങ്ങളും പ്രകൃതിക്ഷോഭം മൂലമുള്ള ദുരന്തങ്ങളും പതിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾ വേണ്ട മുൻകരുതലുകൾ എടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒഴിവു സമയങ്ങളിൽ വായനയിലും പഠനത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വായനയുടെ വളർത്തച്ഛനായ ശ്രീ PN പണിക്കരുടെ ഓർമ്മ ദിനമായ ജൂൺ 19 വായനാ ദിനം നമ്മുടെ വിദ്യാലയത്തിൽ ഏറെ പ്രാധാന്യത്തോടെ ആചരിച്ചു. ഹെഡ് മിസ്റ്റർ ശ്രീമതി റീന PV സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് ശ്രീമതി മെർലിൻ ജോബ് അധ്യക്ഷയായിരുന്നു. നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രമുഖ നോവലിസ്റ്റുമായ ശ്രീ സേവ്യർ J വായനാ വാരാചരണത്തിൻ്റെയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചു. കണ്ണമാലി SI ശ്രീ അനിൽകുമാർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. മനുഷ്യരായി ജനിച്ചു എന്നതുകൊണ്ട് നാം മനുഷ്യരാകുന്നുണ്ടോ എന്നാണ് ചോദ്യം. ശ്രീ PN പണിക്കരായി വേഷമണിഞ്ഞ വിദ്യാർത്ഥിയുമായി കുട്ടികൾ നടത്തിയ അഭിമുഖ സംഭാഷണം ഏറെ ശ്രദ്ധേയമായി. മലയാളം അധ്യാപിക ശ്രീമതി ജിസ്മ റോസ് നന്ദി പറഞ്ഞു. UP വിദ്യാർത്ഥികൾ നടത്തിയ ചണ്ടാല ഭിക്ഷുകി ദൃശ്യാവിഷ്കാരം, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കാവ്യനർത്തകി നൃത്തശില്പം, കവിതാലാപനം, ഗാനങ്ങൾ തുടങ്ങിയ കലാപരിപാടികൾ വായനാ ദിനാഘോഷത്തെ സമ്പുഷ്ടമാക്കി. പഠനത്തോടൊപ്പം കായിക മത്സരങ്ങളിലും മികച്ച നേട്ടങ്ങൾ വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ഇത്തരം ദിനാചരണങ്ങളും ആഘോഷങ്ങളും വിദ്യാർത്ഥികൾക്ക് മികവ് പ്രകടമാക്കാനുള്ള വേദികളാണെന്ന് മനസ്സിലാക്കി അവസരങ്ങൾ വിനിയോഗിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.